എൻ്റെ പേര് അബ്ദു. ഇത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫാമിൻ്റെ പേര് പൊയിൽ അഗ്രോ ഫാം. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇവിടെ മാവാണ്. മാവിലാണ്, പ്രത്യേകിച്ച് നാടൻ മാവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ട മാവാണ്, ചേലം മാവ്. ചേലൻ ഉള്ളവർ നോക്കാനാണ് കോഴിക്കോടിൻ്റെ ഒരു പ്രധാന മാവാണ്. ഇതിൽ തന്നെ 80ഓളം വെറൈറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 10-15 കാഴ്ചയെടുക്കുന്നത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞില്ല 80ഓളം വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തതിന് ഒരു 15ഓളം വെറൈറ്റി കാഴ്ചയെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒന്ന് ബനാന മാംഗോ ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ചന്ദ്രകാരനാണ് ഈ കമ്പിൻ്റെ മുകളിൽ കണ്ടില്ലേ. പിന്നെ അതിൻ്റെ മുകളിലുള്ള വേറെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. പുതിയ പുതിയ കമ്പുകൾ കൊണ്ടുവന്ന് ഞാൻ തിമ്മല ഗ്രാഫ്റ്റ് ചെയ്യുക, നിലത്ത് നടൂല. അപ്പോൾ ഇവിടെ കായ്ക്കോ എന്ന് അറിഞ്ഞതിന് ശേഷം നിലത്ത് പ്ലാന്റ് ചെയ്തുള്ളൂ. ഇത് പ്രിയൂർ തന്നെ വാങ്ങുകയാണ്. ഇത് ശരിക്കും നമുക്ക് പച്ചക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും, പഴിക്കാതെ തന്നെ. ഇത് നമ്മുടെ കാലാപ്പാടീൻ്റെ മദർ പ്ലാന്റ് ആണ്. എൻ്റെ പേര് അബ്ദു. ഇത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫാമിൻ്റെ പേര് പൊയിൽ അഗ്രോ ഫാം. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇവിടെ മാവാണ്. മാവിലാണ്, പ്രത്യേകിച്ച് നാടൻ മാവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ട മാവാണ്, ചേലം മാവ്. ചേലൻ ഉള്ളവർ നോക്കാനാണ് കോഴിക്കോടിൻ്റെ ഒരു പ്രധാന മാവാണ്. ഇതിൽ തന്നെ 80ഓളം വെറൈറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 10-15 കാഴ്ചയെടുക്കുന്നത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞില്ല 80ഓളം വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തതിന് ഒരു 15ഓളം വെറൈറ്റി കാഴ്ചയെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒന്ന് ബനാന മാംഗോ ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ചന്ദ്രകാരനാണ് ഈ കമ്പിൻ്റെ മുകളിൽ കണ്ടില്ലേ. പിന്നെ അതിൻ്റെ മുകളിലുള്ള വേറെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. പുതിയ പുതിയ കമ്പുകൾ കൊണ്ടുവന്ന് ഞാൻ തിമ്മല ഗ്രാഫ്റ്റ് ചെയ്യുക, നിലത്ത് നടൂല. അപ്പോൾ ഇവിടെ കായ്ക്കോ എന്ന് അറിഞ്ഞതിന് ശേഷം നിലത്ത് പ്ലാന്റ് ചെയ്തുള്ളൂ. ഞാൻ അതിൻ്റെ സൈഡ് ഗ്രാഫ്റ്റ് കാണിച്ചു തരാം. നിൽക്കുന്ന വലിയ മാവിലൊക്കെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏത് മാവിൻ്റെ മുകളിൽ നമുക്ക് സൈഡ് ഗ്രാഫ്റ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കും. എന്നിട്ട് ഇത് സയോണാണ്. സയോൺ എന്ത് ചെയ്യും, ഇങ്ങനെ ചെത്തും. ഈ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ചെത്തിയെടുക്കും. ഇവിടെ മാത്രം ഈ ലോക്കുള്ള ഭാഗമല്ല. സംഗീതത്തിൽ ഒക്കെ ഷാർപ്പായിരിക്കണം. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെത്തി കഴിഞ്ഞിട്ട് കൈയോട് തൊടാൻ പാടില്ല. ഈ സയോണും തൊടാൻ പാടില്ല, ഇതും തൊടാൻ പാടില്ല. ഇത് ഗ്രൂവ്, ചെറിയ ഗ്രൂവ് ഇടുക. ഈ ഗ്രൂവ് ഇവിടെയും ചെയ്തിരുന്നതാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, ഉള്ളിലേക്ക് ഇറങ്ങി. ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക് ചുറ്റുന്നതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ അത് ചെത്തുന്നു, അത് 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവറിടും, സിപ്പപ്പിൻ്റെ കവർ ഇതിൻ്റെ മുകളിൽ കയറ്റിയിടും. ഇങ്ങനെ ചെയ്താൽ ഇത് പിടിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, അതല്ല ഇതിൻ്റെ മുകളിൽ വീണ്ടും ചെയ്യാം. സ്റ്റോൺ ബഡ് ചെയ്യണ ചെയ്യുക. ഈ സൈഡിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് ഒരു മാവ് തന്നെ ഒരുപാടെണ്ണം കൊടുക്കാൻ പറ്റും. സിമ്പിളാണ്. നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുമ്പോൾ അതിനിട്ട് പഠിക്കുകയുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ചെയ്യണം, തിയറി മാത്രം പോരാ. നമ്മൾ ബഡ്ഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റൂട്ട് സ്റ്റോക്ക് തയ്യാറാക്കണം. ഈ റൂട്ട് സ്റ്റോക്ക് ഞങ്ങൾ എടുക്കുന്നത് കാട്ടുമാവിൻ്റെ അണ്ടി മുളപ്പിച്ചതാണ്. അട്ടപ്പാടി കിട്ടുക സാധനം. ആദിവാസികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അണ്ടി പെറുക്കി തരും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര പ്രതിരോധമായിരിക്കും. അവന് ചീക്ക് രോഗങ്ങളോ അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. ഫസ്റ്റിൽ അതിൻ്റെ റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ അതൊന്ന് കത്തിയൊക്കെ സാനിറ്റൈസ് ചെയ്യണം. ആദ്യം നേരത്തെ പറഞ്ഞില്ലേ, കത്തി കട്ടറൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുത്ത് ഈ പച്ചപ്പുള്ള സ്ഥലമല്ല, അതാണ്ടല്ലേ പച്ച കളറല്ലേ, ഇവിടെയാണ് നമ്മൾ സ്റ്റോൺ ബഡ് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതാണ് സയോണ്. സയോണ് ഏകദേശം ഇത് കണ്ടില്ലേ പച്ചപ്പുള്ള. ഇത് രത്നഗിരി ആപ്പൂസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സയോണ്. ഈ പച്ചപ്പുള്ള കമ്പ് അങ്ങനെ കട്ട് ചെയ്തു. ഏകദേശം ഇതിൻ്റെ വണ്ണും ഇതിൻ്റെ വണ്ണും ഒരേ സൈസാകുന്നത് നല്ലതാണ്.
സയാണ് കാഴ്ച മരത്തുമ്പോൾ എടുക്കുന്നത്. കായ ഉണ്ടല്ലോ, ഇത് കാഴ്ച മരമാണ്. റൂട്ട് സ്റ്റോക്ക് കുഴപ്പമില്ല, ഒരു ഈ വണ്ണത്തിലുള്ളത്, ഈ ചെറിയ വിരലിൻ്റെ വണ്ണം. പിന്നെ മേലോട്ട് കയറ്റി ചെയ്യേണ്ടി വരും. ഇതെടുത്തപ്പോൾ സാധനം എടുത്ത് കത്തിയും അതേമാതിരി സാനിറ്റൈസ് ചെയ്യണം. നല്ല മൂർച്ചയുള്ള ഇത് ബഡ്ഡിങ് നൈഫാണ്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോക്കൽ കത്തി ഉപയോഗിക്കരുത്. അതല്ലേ ബ്ലേഡായാലും മതി. കട്ടിങ് കറക്റ്റ് ഷാർപ്പാവണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക കേട്ടോ. കൈ ഇതാ ഇങ്ങനെ പിടിച്ചാൽ ബുദ്ധിമുട്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ തന്തമ്പരലോട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യതാ. അപ്പോൾ നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്താ ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇത് നമ്മൾ ഷാർപ്പായിട്ട് ചെത്തണം. കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ. ഇത് ചെയ്യാൻ കഴിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇത് ചെയ്യുമ്പോൾ ഒന്ന് ഈ വിരലിവിടെ പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് പിടിച്ച് ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് പിടിക്കണം. കാരണം ഇത് സ്കിന്ന് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് പിടിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നുണ്ടോ, അത് നോക്കണ്ട. ഈ ഭാഗത്തേക്ക് അടുപ്പിച്ച് പിടിക്കുക. ഇത് ബഡ്ഡിങ് ടാപ്പാണ്. ഇത് ഓൺലൈനിൽ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. കവറെടുത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒറിസോണ്ടലും വെർട്ടിക്കലുണ്ട്. ഇത് ചില ഭാഗത്ത് നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വലിയണം ഉണ്ടോ, ആ രീതിയിൽ കട്ട് ചെയ്യണം. പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കൽ കവർ എടുക്കുകയാണെങ്കിൽ മറ്റേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വലിക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ എയർ ടൈറ്റ് ആയിരിക്കണം. ഉള്ളിൽ വെള്ളം ഇറങ്ങാൻ പാടില്ല. ഈ ചിറ്റിൽ കറക്റ്റ് ആയിരിക്കണം. ടൈറ്റാക്കുക. ഇത് 1-2 പ്രാവശ്യം നമ്മളവിടെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സിപ്പപ്പിൻ്റെ കവർ കിട്ടും. ഇത് നിർബന്ധമായിട്ട് ഇടണം, അല്ലെങ്കിൽ തെളിക്കില്ല. ഇത് നനച്ചിടണമെങ്കിൽ നനച്ചിടാം. അതല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 7 ദിവസം കഴിയുമ്പോൾ മുന വരും. പിന്നെ തളിര് വരും. തളിര് വരുമ്പോൾ ഊരി ഒഴിവാക്കിയതിന് ശേഷം വലിയ കവർ ഇടണമെങ്കിൽ ഇട്ട് കെട്ടാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് സ്പ്രേ ചെയ്യണം. അതല്ലെങ്കിൽ ഇത് പ്രാണി വെട്ടിപ്പോവും. ഇതൊരു മെത്തേഡാണ്. ഇത് ഏത് കുട്ടികൾ ചെയ്താലും പൊടിക്കുന്നൊരു മെത്തേഡാണ്, സിമ്പിളായിട്ടുള്ളത്. ഇനി അതല്ല, സെൻറ്റർ ബഡ് ഉണ്ട്, നമ്മൾ കണ്ണ് വെക്കുന്ന രീതി, അതും കൂടെ കാണിച്ചു തരാം. കണ്ണ് വെക്കുന്നത് ഇങ്ങനത്തെ പച്ചപ്പുള്ള കൈക്കോളമല്ല, തളിരില്ല. ഈ പുതിയ തളിര് വരുന്ന മാവ് എടുക്കണം, തൈ. അതല്ലെങ്കിൽ എന്താ പറയുക, ഇത് പൊളിച്ചെടുക്കാൻ കഴിയില്ല ഈ സംഗതി. അത് ചെയ്യുന്ന ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഈ പ്ലാവൊക്കെ ചെയ്യൽ ഇങ്ങനെ തന്നെ കേട്ടോ. ഈ മെത്തേഡ് മാത്രമായി ഉപയോഗിക്കൽ. വിയറ്റ്നാം മേലിൽ പ്ലാവൊക്കെ അല്ലേ, ഇങ്ങനെ പൊളിയണം. പൊളിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഫെയിലാട്ടോ. അപ്പോൾ അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള മെത്തേഡാണെന്ന് പറയാൻ കാരണം. ഇത് അത്ര എക്സ്പെർട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാനില്ലൂ. ജാതി ഫുള്ള് ചെയ്യൽ ഇങ്ങനെയാണ്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്താലുള്ള ഗുണം നമുക്ക് ഒരു കമ്പും തന്നെ ഒരുപാട് തൈകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പില്ലേ, ഈ കമ്പിൽ നിന്ന് മുകുളങ്ങളാണല്ലോ എടുക്കുക. ഇതുണ്ടല്ലേ മുകുളങ്ങനെ വരുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 എണ്ണം ഒരു കമ്പിൽ തന്നെ ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ഇതേമാതിരി പൊളിച്ചെടുക്കാൻ കഴിയണം. പൊളിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഫെയിലായി പോകും. ഇങ്ങനെ കൈകൊണ്ട് അടർത്തിയെടുക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഇത് ഫെയിലാണ്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മണി ഉണ്ടാവും, ചെറിയ മുനല്ലേ തളിര് വരാനുള്ള. അത് ഇത് കുയ്യാണെങ്കിൽ ഇത് ഒഴിവാക്കി കളയണം. ഇവിടെ ഒരു കുയ്യ് വരികയാണെങ്കിൽ ഇപ്പോൾ ഇത് ലെവലല്ലേ, ഇത് ഈ മുന കിട്ടിയോണ്ടാണ്.
സിമ്പിളാണ്. ഇത് കുറേശ്ശെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ എക്സ്പെർട്ടാവും. ഇത് കറക്റ്റ് 22 ദിവസം കൊണ്ട് ഈ കവറേജ് ഒഴിവാക്കുക. പിന്നെ ഇത് പച്ചപ്പാവും. പച്ചപ്പായി കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരു 10-15 ദിവസം ഇട്ടതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിമെന്ന് പുതിയ കമ്പ് വരും. സെൻറ്റർ ബഡ് എന്ന് പറയും ഇതിന്, കണ്ണ് വെക്കുന്ന രീതി. ഇത് ജാതിമരം ഇതെല്ലാം ഇതിങ്ങനെ ചെയ്യാം, ജാതിക്കൊക്കെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് പഠിക്കാൻ സുഖം. ഏത് കുട്ടിക്കും ചെയ്യാം. ഒരു കമ്പ് മുഴുവൻ കമ്പ് വേസ്റ്റ് ആവുന്നുള്ളൂ, ഇതൊരു കണ്ണ് പോകുന്നുള്ളൂ. ഇതാർക്കും ചെയ്യാവുന്നൊരു മെത്തേഡാണ്. കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ മെത്തേഡാണ്. പെട്ടെന്ന് ഇത് ചെമ്പരത്തിനൊക്കെ ഉള്ളിൽ ചെയ്താൽ ആര് ചെയ്താലും പിടിക്കും. ചെമ്പരത്തി ഇല്ല, അത് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല പേസ്റ്റുള്ള സാധനമാണ് ചെമ്പരത്തി. മാവിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ മാവും പെട്ടെന്ന് പിടിക്കില്ല. ഉളർമാവില്ലേ, ഈ പേസ്റ്റ് കുറവുള്ള മാവുകൾ ടൈം എടുക്കും, പെട്ടെന്ന് പിടിക്കില്ല, ഫെയിലായി പോകും. ചില മാവുകൾ, ഇത് രത്നഗിരി ആപ്പൂസ് പെട്ടെന്ന് പിടിക്കുന്നൊരു മാവാണ്. ഇത് രത്നഗിരി ആപ്പൂസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, സിന്ധുദുർഗിൻ്റെ, മഹാരാഷ്ട്ര. നല്ല ടേസ്റ്റുള്ള മാങ്ങ, നേരത്തെ തന്നെ കായ്ക്കും. അതിന് മൂക്കാനുള്ള ടൈം വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ മഴക്കാലമാകുന്നതിന് മുന്നേ മാങ്ങ കിട്ടും. ഇപ്പം ഞങ്ങൾ മാങ്ങ ഉറയ്ക്കുന്നുണ്ടേ പോയിട്ട്. ഇത് ശരിക്ക് ശ്രീലങ്കൻ്റെ ഒരു മാവാണിത്, കുളമ്പിൽ ശരിക്കും ഒരു 3 വെറൈറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് വൈറ്റ് കുളമ്പ്, ജെയിൻറ്റ് കുളമ്പ് പറഞ്ഞ സാധനമുണ്ട്. ഇത് ജെയിൻ്റ് ആണോന്നും അറിയില്ല. ജെയിൻറ്റ് കുറച്ച് ഹെവി ആയിരിക്കും, നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് നല്ല വെയിറ്റ് ഉണ്ട്, 500 ഗ്രാമിൻ്റെ മുകളിലുണ്ട് മാങ്ങ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇതിന് ശരിക്കും ഗ്യാസിൻ്റെ ആവശ്യമില്ല, പുയ്ശല്യം ഉണ്ടാവില്ല തീരെ. നല്ല തൊലിക്കട്ടിയായിരിക്കും, നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഇതിമ്മന്ന് മാങ്ങ കുറേ പരസ്യങ്ങൾ നോമ്പിന്. ഇതിൻ്റെ ബ്ലാക്ക് കുളമ്പുണ്ട്, ഭയങ്കര കോസ്റ്റ്ലി. അതിൻ്റെ തൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കമ്പ് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്തച്ചാ, മാങ്ങ ആയിട്ടില്ല, നല്ല ഹെവിയാണ്. ഇത് തായ്ലൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിൽ വാങ്ങിയതാണ്. ഇതിമൊന്നും പഴുത്തിട്ട് പറിക്കൽ തുടങ്ങിന്. ഇത് നാടൻ ചന്ദ്രകാരൻ എന്ന സാധനമാണ്. ഇതിന് അണ്ടി ചെറുതായിരിക്കും, ഭയങ്കര മധുരമായിരിക്കും. ഉപ്പിലിടാനൊക്കെ എടുക്കുക. അതെല്ലാം പഴുത്തിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൽ എന്താ രസമാണ്. ഉണ്ട് കാഴ്ച എടുക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കമ്പെടുക്കുക. നല്ലോണം കാഴ്ച മാവിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ കമ്പെടുത്ത് തൈ ഉണ്ടാക്കുള്ളൂ. ഇത് ഹിമാപസന്ത് എന്നൊരു മാവാണ്, എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇത് ഇഷ്ടംപോലെ ഇവിടെ കായ്ക്കും. അതൊക്കെ കവറിട്ടിട്ടുണ്ടല്ലോ, കഴിച്ചിട്ട് മാങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്, കുജായി എന്നാണ് ഇതിൻ്റെ പേര്. നട്ടപ്പോൾ എനിക്ക് അറിയില്ല, കറക്റ്റിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല വെയിറ്റാണ്, ഇഷ്ടംപോലെ ഉണ്ടല്ലേ കൊലയിൽ. ഈ മാങ്ങൻ്റെ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുള്ളൂ, കമ്പെടുത്തിട്ടേ. ഇത് നാംഡോഗ് മായി എന്ന് പറഞ്ഞ മാവാണ്. നാംഡോഗ് മായി കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഗോൾഡ്, പർപ്പിളി, ഗ്രീനൊക്കെ ഉണ്ട്. ഇത് തായ്ലൻഡിൻ്റെ ആണ്. തായ്ലൻഡിൽ കൊമേഴ്ഷ്യലായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി വലുതാവും. ഇത് ബാരലാണ്, കോഴിക്കോടിൻ്റെ സ്വന്തം ഉളറ്. ഇത് ചെറിയ മാങ്ങയാണ്, ഇതിന് ഡബിൾ വലിപ്പം ഉണ്ടാവും. രണ്ടിലൊക്കെ നിലത്തന്നെ കാഴ്ചയെടുക്കുന്നതാണ്. ഇതിൻ്റെ മൂടായിരിക്കും പഴുക്കുക. ഇവിടെ ശരിക്കും കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ചേലമാവിനാണ് ഉളറെന്ന് പറയാം. ശരിക്കും ഉളറ് വേറെയാണ്, ചേലൻ വേറെയാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊരു ഇളം പഴുപ്പ് തന്നെ നമുക്ക് ചെത്തി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇത് ഗ്രാമ്പു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഗ്രാമ്പു ഇതൊരു ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ മുകളിൽ മാങ്ങ ഒരു 2 മാങ്ങയേ ഉള്ളൂ പ്രാവശ്യം. മാങ്ങ പിന്നെ കമ്പുകൾ നിരന്തരം കമ്പെടുത്ത് തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പുതിയ തളിര് വന്നിട്ടില്ലേ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, ഭയങ്കര സ്മെല്ലുമാണ്. ഞാൻ കൂടുതൽ ഇവിടെ അഡ്വൈസ് ചെയ്യുന്നൊരു മാവാണ് രത്നഗിരി ആപ്പൂസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ മാങ്ങ മൂത്ത് പഴുത്ത് കിട്ടും. നല്ല ടേസ്റ്റ്, അപാര ടേസ്റ്റ്. ആപ്പൂസ് അറിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ, മഹാരാഷ്ട്രയിൽ സിന്ധുദുർഗിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പിന്നെ പ്ലാന്റേഷൻ ഉള്ളത്. ഇത് വൈറ്റ് മൂവാണ്ടനാണ്, നമുക്ക് നേരത്തെ മാങ്ങ കിട്ടും. കുറച്ച് പെട്ടെന്ന് മൂക്കും ചെയ്യും. കണ്ടില്ല കാഴ്ച എടുക്കുന്നതാ, ഒരു വെള്ള കളർ ഉണ്ടാവും, അതിന് ഒരു പൊടി മാതിരി ഉണ്ടാവും മുകൾ ഭാഗം. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയുള്ള ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ബ്ലാക്ക് സ്റ്റോൺ, കറുത്ത മാങ്ങ. പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഇന്തോനേഷ്യ, തായ്ലൻഡിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് കായ്ക്കാത്തതുകൊണ്ട് 4 വർഷമായി നട്ടിട്ട് ഇതുവരെ കായ്ച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തൈ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ കായ്ച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ തൈ നമ്മൾ സപ്ലൈ ചെയ്യുള്ളൂ. കോശ്ശേരി മാവ് കേട്ടില്ലേ, ഇതൊരു തറവാടിൻ്റെ പേരാണ്. പക്ഷേ ഇതും ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ 6 മാസം എടുക്കും ഇത് മൂക്കാൻ. അപ്പോൾ നമ്മൾ ഈ വലിപ്പമല്ല, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടാവും. ഫുള്ള് മാങ്ങ കഴിച്ചെടുക്കുന്നത്. ഇതൊരു കിലോൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും മാങ്ങ, നല്ല ഹെവിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാകുമ്പോഴത്തേന് ഇതിന് നല്ല മഴ ചെയ്യുമ്പോൾ പുയ്ശല്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാങ്ങ ഉപകാരത്തിന് കിട്ടില്ല.
അത് നമ്മൾ ഉപ്പിലിടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ജ്യൂസ് അടിക്കാനൊക്കെ ഫസ്റ്റ് സാധനം. പൈത്താനുള്ള മധുരമുള്ള സാധനം കേട്ടോ. മാങ്ങ മോശമല്ല, ഈ ടൈമിംഗ് ആണ്, 6 മാസത്തെ മൂപ്പ് എന്നുള്ളൊരു വിഷയമുള്ളതുകൊണ്ടാണ്. ഇത് പ്രിയൂരണ മാങ്ങയാണ്. ഇത് ശരിക്കും നമുക്ക് പച്ചക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും, പൈക്കാതെ തന്നെ ആ കാലത്തിന് പറ്റും. അതതിൻ്റെ മുകളിലൊക്കെ മാങ്ങേണ്ടതാ കവറിട്ടച്ചിനാ. ഇത് ജംബോ റെഡ് ആണ് R2 E2 കേട്ടോ. അപ്പം അങ്ങനെ എന്താ അറിയപ്പെടുന്നത് കണ്ടില്ലേ, നല്ല ഹെവിയാണ്. ഒരു കൊലയിൽ ഒന്നേ നിർത്താൻ പറ്റുള്ളൂ, നല്ല കൊമ്പ് പൊട്ടിപ്പോവും. ഈ കവറ് സ്പെഷ്യൽ കവറാണ്. ഇത് ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക്. നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇത് മഴ ചെയ്താലും ഒന്നും ആവില്ല, അതിനുള്ളിൽ ബ്ലാക്ക് കളർ ഉണ്ടാവുക. ഈ ഗ്യാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ സുരക്ഷിതമാണ്. പൈത്തിട്ട് നമുക്ക് മാങ്ങ എടുക്കാം. ഇത് നമ്മുടെ കാലാപ്പാടീൻ്റെ മദർ പ്ലാന്റാണ്. കാലാപ്പാടി അറിയാത്തവരുണ്ടാവില്ല. ഫസ്റ്റ് മാർക്കൊക്കെ ചിലർ കൊടുക്കാറുണ്ട് കാലാപ്പാടിക്ക്. നല്ല മാങ്ങ, നല്ല പൊടിയുള്ള മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നിറയെ മാങ്ങ. അതിൻ്റെ മദർ പ്ലാന്റ്. അതിൻ്റെ മുകളിലാണ് കമ്പെടുത്ത് തൈ ഉണ്ടാക്കുന്നത്. ഇത് ആൾക്കാർ കൺഫ്യൂഷൻ ആകുന്നൊരു മാങ്ങയാണ് ചക്കരക്കുട്ടി വേറെയാണ്, ചന്ദ്രകാരം വേറെയാണ്, ഒക്കെ വേറെ വേറെ മാങ്ങകളാണ്. ഇത് നമ്മളെ നാടൻ മാവാണ്. ഇതൊരു റയറാണ്, അതൊരു വംശനാശം നേരിട്ടൊരു സാധനമാണ്. ഇത് നല്ല രസമാണ്. അതിൻ്റെ ചെറിയ അണ്ടിയായിരിക്കും, കടിച്ച് തിന്നാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ പല ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ, ഇനി എന്താ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല. മണ്ണുണ്ടല്ലേ, ഒരു മെയ് ലാസ്റ്റോട് കൂടി ഒന്ന് മണ്ണിളക്കിയിട്ട് നമ്മൾ കുമ്മായം ഇടും. അതല്ല ഡോളോമിറ്റ്, അത് നമ്മൾ റീസൈക്കിൾ ആക്കുന്നൊരു സംഭവമാണത്. അത് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ ചാണപ്പൊടി, വേപ്പ് മണ്ണാക്ക്, ചിലപ്പം സൂപ്പർ മീൽ, വേപ്പ് മണ്ണാക്കിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി മിക്സ് ചെയ്തിട്ട്, അത്ര മാത്രമാണ് വളപ്രയോഗം. പിന്നെ മാവ് നടുന്ന രീതി, മാക്സിമം വെയിലുള്ള സ്ഥലത്ത് മാവ് നടണം. വെയിലില്ലെങ്കിൽ മാവ് ഉണ്ടാവില്ല. ഒരു 5 മണിക്കൂറെങ്കിലും കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വെയിൽ കൊള്ളുന്ന സ്ഥലത്തെ മാവ് നട്ടിട്ട് കാര്യമുള്ളൂ, അല്ലേ മാങ്ങ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥയിൽ പറ്റിയ മാവ് നടിയും വേണം. ഇപ്പോൾ മല്ലിക ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം 6.8 മുകളിൽ pH വേണത്, എന്നാലും മല്ലിക. പിന്നെ ഉത്തരേന്ത്യൻ മാവുകൾ, തായ്ലൻഡിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ല. അതൊന്നും ചിലപ്പോൾ ഇവിടെ കായ്ച്ചില്ലാന്ന് വരും, പക്ഷെ ബാരലിൽ നട്ടാൽ കായ്ക്കും. അപ്പോൾ വേര് തിങ്ങി നിൽക്കുമ്പോൾ ഏത് മാവും കായ്ക്കും. പക്ഷെ മണ്ണിൽ വെച്ച് നമുക്ക് റിവ്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാലാവസ്ഥയെ പറ്റിയ മാവുകൾ നമ്മൾ നടുക. പിന്നെ ഈ തൈകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തൈകൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നല്ലത്, ഞാൻ നഴ്സറിക്കാരനാണ് എന്നാലും പറയുകയാണ്, കമ്പുകൾ പർച്ചേസ് ചെയ്യാൻ കഴിയുമോ നോക്കുക. എവിടെന്നെങ്കിലും നല്ല കമ്പ് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ രത്നഗിരി ആപ്പൂസ് കായ്ച്ചെടുത്ത്, ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പക്ക കായ്ക്കും. അതായത് കായ്ക്കാത്തൊരു മാവിൻ്റെ കമ്പാണ് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തരുന്നതെങ്കിൽ അത് കായ്ക്കില്ല, അങ്ങനെ ടൈം വേസ്റ്റ് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് കൃഷി പഠിക്കുക. തൈ നടുന്നത് ഏകദേശം ഒരു 70 കുയ്യെടുക്കുക, സെൻറ്റിമീറ്ററിൽ കുയ്യെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കുമ്മായല്ല ഡോളോമിറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ചപ്പും ചവറുമൊക്കെ അതിലിട്ടതിന് ശേഷം ചാണപ്പൊടി, അതെല്ലാം ആട്ടുംകാട്ടം, വേപ്പുണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട മണ്ണിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുയ്യാട് മൂടുക. കുയ്യ് മൂടിയിട്ട് എന്ത് ചെയ്യുക, ഒരു 1 വീക്ക്, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും അങ്ങനെ തന്നെ ഇടണം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിൽ ശരിക്ക് പിന്നെ ഈ വളങ്ങളൊക്കെ തിങ്ങുമ്പം ഭയങ്കരമായിട്ട് ഈറ്റ് വരും, ചൂടാവും. സ്പോട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേര് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നടു മാന്തിയിട്ട് കുയിലിറക്കി വെക്കുക. കുയിലിറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമി ലെവലിനേക്കാൾ 2 ഇഞ്ച് പൊക്കി വെക്കണം. വർഷകാലത്ത് നമ്മൾ വെള്ളം നിൽക്കരുത്. വെള്ളം നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലർ പറയുന്നില്ല മാവ് നട്ടിട്ട് അതേമാതിരി ഉണ്ട്, ഒന്നും ആകുന്നില്ല എന്ന്. അത് വർഷക്കാലം ആകുമ്പോൾ വെള്ളം നിൽക്കുമ്പോൾ അതിൻ്റെ കന്നിവേര് മുഴുവൻ ചീഞ്ഞു പോകും. പിന്നെ അടുത്ത വേനൽ വരുമ്പോൾ വീണ്ടും ഗ്രോത്ത് ആവും, വർഷത്ത് വീണ്ടും ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കൾട്ടിവേഷൻ രീതി പഠിക്കുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവല്ല എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ മാവ് ഇത് കണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 1.5 വർഷമായി നട്ടിട്ട്. ഏകദേശം പ്രൂൺ ചെയ്യേണ്ട പീരീഡ് ആയിട്ടുണ്ട്. പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കമ്പുകളില്ലേ, ഇതൊക്കെ വെട്ടി ഒഴിവാക്കുക. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കത്തി സാനിറ്റൈസ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒന്നുകിൽ ചൂടാക്കിയാലും മതി. ഉള്ളിലുള്ള കമ്പുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെയിൽ തട്ടുന്ന രീതിയിൽ ഇവിടുന്ന് ഇത് വന്നില്ല, ഇതിന്നൊരു കുറച്ച് മേലോട്ട് കയറ്റി വെക്കണം. ഈ കമ്പുകൾക്ക് ഒഴിവാക്കണം കട്ടിട്ട്, മണ്ണല്ലാത്ത കമ്പുകളൊക്കെ. ഇത് വർഷം ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഐഡൻസിറ്റി ചെയ്യണം. ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്താണല്ലോ, ഒക്കെ ഐഡൻസിറ്റിയാണ്. 3 മീറ്ററിലാണ് ചെയ്ത്. അപ്പോൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈൽഡിങ് ഉണ്ടാവും. ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ കുറയും ചെയ്യും. ഇത് ഐഡൻസിറ്റി പ്ലാന്റിങ് കണ്ടോ, ഒക്കെ ഡിസ്റ്റൻസ് 3 മീറ്ററാണ് കണ്ടോ. ഇത് ശരിക്കും ഇങ്ങനെയല്ല മാവ് വേണ്ടത്. ഇത് കട്ട് ചെയ്യാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കമ്പെടുക്കണം.
മദർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് മെയ് മാസം പിന്നെ ജൂൺ ജൂലൈയിൽ കംപ്ലീറ്റ് വെട്ടും ഞാൻ. വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് കമ്പെടുത്തിട്ട് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ഷേപ്പ് ഉണ്ടാവുക, ഐഡൻസിറ്റിൻ്റെ ഷേപ്പ് ഇങ്ങനെ ബോളായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ മെയിനായിട്ട് മാങ്ങല്ല ഇവിടെ ഈ തൈ ഉൽപ്പാദനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട്. വീട്ടിൽ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് ബാരൽ 220ൻ്റെ ബാരലാണിത്. ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ 2 എണ്ണം ചെയ്യണം, അങ്ങനെയും ചെയ്യാം. എന്നിട്ട് മണ്ണും വളവും ബാക്കിയുള്ള കമ്പോസ്റ്റ് എല്ലാം കൂടി ചെയ്താൽ പിന്നെ വെള്ളം മാത്രം കൊടുത്താൽ മതി. ശരിക്കും ഇത്രയും മാങ്ങ ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ ഇതൊക്കെ മൾട്ടി ക്രാഫ്റ്റ് ചെയ്താണ്ടില്ലേ, അതാ ഇത് നാംഡോഗിൻ്റെ ഗോൾഡും പർപ്പിളും അതിൻ്റെ മുകളിൽ തന്നെ ചെയ്താൽ. അപ്പോൾ കുറേ വെറൈറ്റി മാങ്ങകൾ തിന്നണമെങ്കിൽ നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ബാരൽ നമ്മൾ അവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് തരും, എത്ര വേണമെങ്കിലും. ഇതൊക്കെ ഈ പുതിയ വീടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, ഇവർക്ക് അടിയിൽ പാർക്കിംഗ് വേണം, അതുകൊണ്ട് പ്രൂൺ ചെയ്യാതെ കുറച്ച് ഹൈറ്റിൽ വെച്ചാണ് മാങ്ങോട് കൂടി തന്നെ കൊണ്ടുപോകും. അതിൽ നമുക്ക് കാഴ്ച എടുക്കുന്നുണ്ടല്ലേ. അത് മാവിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 3500 മാവുണ്ട്, 2000-ൻ്റെ ഉണ്ട്, 5000-ൻ്റെ ഉണ്ട്, 10,000-ൻ്റെ ഉണ്ട്. മാവിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതൊരു 8 വർഷമായ മാവാണ്. നമ്മൾ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് പ്ലാന്റ് ചെയ്യണമെങ്കിൽ പ്ലാന്റ് ചെയ്ത് തരും. ഇതിലൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ വളമൊന്നും ചെയ്യുന്നില്ല, വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. വളം കൊടുത്ത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ വേര് താഴോട്ട് പോകും, പിന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. 25, 30 കവറിലാണ് ഉള്ളത്. ആ മണ്ണിലവിടെ നട്ട് കൊടുത്താൽ വളം ചെയ്താൽ വലിയ കുയ്യ എടുക്കണം. 1 മീറ്റർ സ്ക്വയർ കുയ്യ എടുത്തിട്ട് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് മാവുകൾ ഗ്രോത്ത് ആവും, വലിയ മാവായി. ഇപ്പം നിങ്ങൾ ആ മുമ്പിൽ കണ്ട മാവൊക്കെ ഈ മാവ് എടുത്തുകൊണ്ട് വെച്ചാൽ ഈ മാവ് 1 വർഷം കൊണ്ട് അങ്ങനെ ആയതാണത്. വെള്ളമൊക്കെ കിട്ടുമ്പേ നമ്മുടെ മാവ് മാത്രമല്ല, എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും എല്ലാ സംഗതികളും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ അവിടെ വന്നിട്ട് പ്ലാന്റ് ചെയ്ത് തരും. വീട് പിന്നെ പ്ലാന്റേഷൻ ഏരിയ ആണെങ്കിൽ ട്രിപ്പ് ഇറിഗേഷൻ വേണം, അത് ചെയ്ത് തരും. മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് ആൾക്കാരെ നമ്മൾ വേണം വിട്ടു തരും. അതല്ല നിങ്ങൾ എടുത്ത ആളുണ്ടെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കും, ഏതൊക്കെ സമയത്ത്. ഇതിന് ടൈമിംഗ് ആണ്. ഇപ്പോൾ പ്രൂണിങ് നമ്മൾ മെയിൽ ചെയ്യേണ്ടത് ജൂൺ ജൂലൈയിൽ കൊണ്ടുപോയി ചെയ്തിട്ട് കാര്യമില്ല. ടൈമിങ് വളരെ പ്രാധാന്യമാണ്. മാവിപ്പോൾ കവറിടുന്ന അതേമാതിരി ഓരോന്ന് കറക്റ്റ് ടൈമിങ്ങിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടും, ചക്ക കിട്ടും, എല്ലാ സംഗതിയും കിട്ടും. നമുക്ക് കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജൂൺ ജൂലൈയിൽ ഇവിടെ ക്ലാസ്സും കാര്യങ്ങളുണ്ട്. ബഡ്ഡിങ്ങിൻ്റെ അവിടെ വരികയാണെങ്കിൽ അത് പഠിപ്പിച്ച് തരാം. അതിന് സഹായവും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. താല്പര്യം മാത്രം ഉണ്ടായാൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9846 300 215. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തില്ലാന്ന് വരും. വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, റീപ്ലൈ തരും.